അപ്പോൾ നമ്മളിന്ന് സംഗീതയിലാണുള്ളത്. ഇവിടെ നമ്മളുടെ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ അതിശയകരമായിട്ടുള്ള ചില കാഴ്ചകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ കാറ്റാടിയും അതുപോലെ തന്നെ പ്രിയനും കൂടി നമ്മുടെ ബാങ്കോക്കിൻ്റെ വണ്ടിയുടെ മുകളിലേക്ക് ഇങ്ങനെ വലിഞ്ഞു കയറുവാണ്. പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മളുടെ സംഗീതയുടെ ഒരുപാട് വോക്കൽ സാമ്പിളുകൾ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് പറ്റും കേട്ടോ. ഇവിടെ നമ്മുടെ ബാങ്കോക്കിൻ്റെ മുതലാളി ആ വണ്ടിയിൽ ചാരി ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാതെ നിസ്സഹായനായി നിൽപ്പുണ്ട്. ഇവന്മാർ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നതെന്ന് വിചാരിച്ചിട്ട്. ഇവിടെ ഇപ്പോൾ നമ്മുടെ ടർബോയുടെ വണ്ടിക്കകത്ത് ഇങ്ങനെ വോക്കലുകൾ ഇട്ടേക്കുവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ എല്ലാ ആൾക്കാരും ഇങ്ങനെ നിന്നിട്ട് ഈ ഒരു ടർബോയുടെ വോക്കൽ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുവാണ്. പിന്നെ നമ്മളുടെ പുണർത്തത്തിൻ്റെ വണ്ടി കിടപ്പുണ്ട്, ബാങ്കോക്ക് കിടപ്പുണ്ട്, അതുപോലെ തന്നെ നമ്മളുടെ വൺ ഡേ കിടപ്പുണ്ട്. പിന്നെ അതിൻ്റെ പുറകിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷൈലോക്കിന് ട്രാവലർ കിടപ്പുണ്ട്, പിന്നെ നമ്മളുടെ തമിഴ് വണ്ടി കിടപ്പുണ്ട്. അങ്ങനത്തെ എല്ലാ വണ്ടികളും ഇങ്ങനെ നിരനിരയായിട്ട് കിടക്കുവാണ്. പിന്നെ അതാ നമ്മുടെ തൃശ്ശൂർ നമ്മുടെ നന്ദപ്രോഡ് കൃഷ്ണപ്രിയ എന്ന് പറയുന്ന വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു വണ്ടിയും നമുക്ക് ഇന്ന് നൈറ്റ് ഇറക്കി വിടാനായിട്ടുള്ളതാണ്. പിന്നെ അതാ വലിഞ്ഞു കയറിയ കാറ്റാടി തിരിച്ചിറങ്ങുവാണ്. മേൽഭാഗത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കാലെല്ലാം പൊള്ളിയിട്ടാണ് അവൻ തിരിച്ചിറങ്ങിയത്. പിന്നെ നമ്മുടെ ടർബോയുടെ മുതലാളിയും നമ്മുടെ സംഗീതയുടെ മുതലാളിയും കൂടി ചേർന്നിട്ട് ഇവിടെ എന്തൊക്കെയോ ഡിസ്കഷനിലാണ്. അല്ല തിരുപ്പോണ്ടത് കൊണ്ടുവന്നു ഇത്രയും പേര് ഇവിടെ നിൽക്കുകയാണ്, നിങ്ങൾ വിട്ടുകൊടുത്തു. അത് മറ്റേതിന്റെ എൻജിൻ ചാകിയായി ഇവിടെ നിന്ന് ബാക്കിൽ കിടക്കുന്ന നമ്മുടെ ടർബോയുടെ വണ്ടി ഇറക്കി കൊണ്ടുപോകാനായിട്ടുള്ള ഒരു പെടാപ്പാടാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബാങ്കോക്കിൻ്റെ വണ്ടി അതുപോലെ തന്നെ നമ്മുടെ തമിഴ് വണ്ടിയും ഇവിടെ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ വേണം നമ്മുടെ ഒരു ടർബോയുടെ വണ്ടി എടുത്തുകൊണ്ട് പോകാനായിട്ട്. അപ്പോൾ പ്രജേഷേട്ടൻ കയറിയിട്ട് ഈ ഒരു പുണർത്തത്തിൻ്റെ മാടൻ എന്ന് പറയുന്ന ഈ ഒരു വണ്ടി ജസ്റ്റ് ഒന്ന് മാറ്റിയിടാനായിട്ട് കയറിയിരിക്കുകയാണ്. അതും കിട്ടിയിട്ടുണ്ട്. ഒന്നുകൂടെ
അങ്ങനെ നമ്മുടെ ടർബോ പോയി. പിന്നെ അവിടെ ഒരു കിഡിലൻ ഒരു പാണ്ടയുടെ ഗ്രാഫിക്സ് ഒക്കെ അടിച്ചൊരു കിഡിലൊരു ട്രാവലർ നടപ്പുണ്ട് കേട്ടോ. ഈ വണ്ടിയുടെ വർക്കും കാര്യങ്ങളെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ ഹെവി ആയിട്ടാണ് കയറിയിരിക്കുന്നത്. കാണാനും ഒരു അത്യാവശ്യം വേറെ ലെവൽ ലുക്കുള്ളൊരു വണ്ടിയാണ്. പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് കിടക്കുന്നതാണ് നമ്മുടെ നന്ദപ്രോയുടെ നമ്മുടെ മൂഡ് മേക്കേഴ്സിൻ്റെ കൃഷ്ണപ്രിയ എന്ന് പറയുന്ന വണ്ടി. പിന്നെ അതായത് നമ്മുടെ നന്ദപ്രോയുടെ ഫ്രണ്ടാണ്. ഇവർ തൃശ്ശൂരിൽ നിന്നാണ് കേട്ടോ വന്നിരിക്കുന്നത് ഈ ഒരു വണ്ടി ഇവിടെ വോക്കൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്യാവശ്യം നല്ല നീറ്റ് ലുക്കുള്ളൊരു വണ്ടിയാണ് കേട്ടോ. നല്ല രസമുണ്ട് ഈ ഒരു വണ്ടി കാണാനായിട്ട്. നമ്മുടെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ ആ ഒരു എക്സ്ട്രാ കിറ്റും കാര്യങ്ങളൊക്കെ വരില്ല. ഈ വണ്ടിക്കകത്ത് അതൊന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലാസിക് ലുക്കാണ് ഈ ഒരു വണ്ടിക്കുള്ളത്. പിന്നെ ഇവിടെ നമ്മുടെ അച്ചു അതിൻ്റെ ഓരോരോ പരിപാടികളിൽ ഇങ്ങനെ നിൽക്കുവാണ്. പിന്നെ നമ്മുടെ സന്ധ്യ ഭാഗത്തോട്ട് അതുപോലെ തന്നെ നമ്മുടെ സൂര്യകളിയൻ ഇവിടെ വന്നിട്ട് വർക്കും കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. അപ്പോൾ അത് തിരക്കിട്ട വർക്കിലാണ്. പിന്നെ നമുക്കൊരു ചെറിയൊരു പ്രൊമോ വീഡിയോ കൂടി ഒരു വണ്ടിയുടെ എടുക്കാനായിട്ടുണ്ട്. അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് ബാക്കിൽ അത്യാവശ്യം പൊടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആ പുള്ളിക്കാരവിടെ വന്നിട്ട് അതിൻ്റെ ബാക്കിലത്തെ ഒരു പൊടിയൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനായിട്ടുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഈ ഒരു പരിപാടി കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഒരു പ്രൊമോ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ സമയം രാത്രിയായിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വണ്ടി ഇന്ന് നൈറ്റ് ഡിന്നർക്ക് കൊടുത്തുവിടാനായിട്ടുള്ളതാണ്. ഇവർക്ക് വണ്ടി എനിക്ക് തോന്നുന്നു വെളുപ്പിന് തന്നെ ഗുരുവായൂരം കണ്ട് കൊണ്ടുപോകാനായിട്ടുള്ളൊരു പ്ലാനെല്ലാം കണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം അധികം ലേറ്റ് ആവാത്ത രീതിയിൽ നമ്മൾ ഈ ഒരു വർക്ക് ഫിനിഷ് ചെയ്ത് വിടാനായിട്ടാണ് എല്ലാവരും നോക്കുന്നത്. അപ്പോൾ ഏകദേശം വർക്കുകൾ അമ്പമ്പാടി ഡിസ്കമ്പാടി ഒരു പെണ്ണാണ് കറുത്തൊരു പെണ്ണാണ് കരളാണ് കാട്ടുപൂരിൻ കണ്ണി തേനാണ് മൈന പെണ്ണാണ്. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ വർക്കുകളും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വീഡിയോ എടുപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രൊമോഷൻ്റെ വീഡിയോയും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് നമുക്ക് ഈ ഒരു വണ്ടി നമുക്ക് അവർക്ക് ഡെലിവറി കൊടുത്ത് വിടാനായിട്ട് പറ്റും. പിന്നെ നമുക്കിത് ഫൈനലായിട്ട് ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ടിൽ നമ്മുടെ സംഗീതയുടെ ഒരു സ്റ്റിക്കറും കൂടി അടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ പുള്ളിക്കാർ അവിടെ അത് ഗ്ലാസ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇനി ആ ഒരു സ്റ്റിക്കർ എടുത്തിട്ട് നേരെ ഈ ഒരു വണ്ടിയുടെ ഗ്ലാസ്സിലേക്ക് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം. കൊമ്പന തളച്ചത് ശരിയാ, നീ കേട്ടത് ശരിയാ, വിത്തുകൾ വിതച്ചത് ശരിയാ, നീ കേട്ടത് ശരിയാ, കാലം മാറിടും നേരിൻ പാതകൾ ശരിയാ, ശരിയാ, നീ കേട്ടത് ശരിയാ, കൊമ്പന തളച്ചത് ശരിയാ, നീ കേട്ടത് ശരിയാ, വിത്തുകൾ വിതച്ചത് നാളെ നാട്ടിൽ പെയ്യാ, കാലം മാറിടും നേരിൻ പാതകൾ ശരിയാ. കാഴ്ചക്കുമാരി വലിയ കരുണ പൊലിച്ചാലും വണ്ടിച്ചാലും കളി പലവട്ട കളിച്ചത് മടുത്തല
ഇതാ അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ ആ ഒരു വണ്ടിയുടെ ഡെലിവറി കഴിച്ചിട്ടുണ്ട്. അങ്ങനെ നന്ദുബ്രോയും ടീമും കൂടി തിരിച്ച് തൃശ്ശൂരേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ പ്രൊമോ വീഡിയോ നമ്മുടെ ഇൻസ്റ്റാ പേജിൽ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്ത ആരെങ്കിലും കൂടി ജസ്റ്റ് നമ്മുടെ ഇൻസ്റ്റാ പേജിൽ നിന്ന് കയറി ചെക്ക് ചെയ്താൽ മതി. അതിനകത്തൊരു വീഡിയോ കിടപ്പുണ്ട്. അപ്പോൾ മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ വീണ്ടും കാണാം.